ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർണ്ണം. 3 ടൺ പൂക്കളാൽ അഭിവാദ്യം അർപ്പിക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. മഹിളാ മോർച്ച പ്രവർത്തകർ പ്രധാന സേവകനെ സ്വീകരിക്കാനുള്ള തിരക്കിലുമാണ്. പഴയ നടക്കാവിൽ നിന്ന് എസ് ഷാലി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ശക്തന്റെ മണ്ണിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ശക്തന്റെ മണ്ണ് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് ശക്തന്റെ മണ്ണിലേക്ക് പ്രധാന സേവകൻ എത്തുമ്പോൾ അദ്ദേഹത്തിന് ആദരം നൽകാൻ, അദ്ദേഹത്തിനെ പൂക്കളാൽ അഭിവാദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് തൃശൂർ ജില്ലയിലെ മഹിളാ മോർച്ച പ്രവർത്തകർ, ഒപ്പം തന്നെ സംഘാടക സമിതി. അവരോട് തന്നെ ചോദിച്ചറിയാം എത്രത്തോളം ഒരുക്കത്തിലാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് എന്നുള്ളത്. ചേച്ചി, എത്രത്തോളം ഒരുക്കമാണ്? ഇപ്പോൾ 3 ടൺ പൂവാണ് ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത്. അതെ, ഞങ്ങളെല്ലാവരും നല്ല ആകാംക്ഷയോടെ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരത്തിന്റെ ദിവസമാണ്. അപ്പൊ എത്രത്തോളം സന്തോഷത്തിലാണ്? അതെ, ഞങ്ങൾക്ക് 33% സംവരണമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തെ 2 കൈ നീട്ടി തന്നെ സ്വീകരിക്കുന്നു. അത് ഈ പൂക്കളാൽ തന്നെയാണ്. പൂക്കളാൽ ആദരം അർപ്പിച്ച് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ശക്തന്റെ മണ്ണ് പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഏകദേശം 100ഓളം മഹിളാ മോർച്ച പ്രവർത്തകർ, സംഘാടകരൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗമാകുന്നത്, അല്ലെങ്കിൽ ഒരു പൂവ് ഒരുക്കുന്നതിന്റെ ഭാഗമാകുന്നത്. ഏകദേശം 2 മണിയോടെയാണ് ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ആ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളാണ് അദ്ദേഹം റോഡ് ഷോ ആരംഭിക്കുന്ന ഭാഗം മുതൽ അവസാനിക്കുന്ന ഭാഗം വരെ, അതായത് പ്രധാന വേദിക്ക് സമീപത്ത് വരെ റോഡിൽ അണിനിരക്കുന്ന പ്രവർത്തകർ, മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ മാത്രമല്ല, മറ്റ് ആളുകളുണ്ട്, സംഘാടകരുണ്ട്, കാണികളുണ്ട്. അവരൊക്കെ ഈ പൂക്കൾ എറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൂക്കൾ നൽകിക്കൊണ്ടായിരിക്കും, ആദരം അർപ്പിച്ചുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയെ ഈ ശക്തന്റെ മണ്ണിലേക്ക് സ്വീകരിക്കാൻ പോകുന്നത്. സംഘാടകരൊക്കെ ഇപ്പൊ ഇവിടെയുണ്ട്. ചേച്ചി, എത്രത്തോളം ഒരുക്കത്തിലാണ്, ഒപ്പം എത്ര ടൺ പൂവാണ് പ്രധാന സേവകന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരുക്കങ്ങൾ. ഇന്നലെ ചേട്ടന്മാരായിരുന്നു നൈറ്റ് മുഴുവനും. ഇപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരു മൊത്തത്തിലിരുന്ന് ചെയ്യുകയാണ്. 3 ടൺ 3.5 ടണ്ണിനടുത്ത് പൂവുണ്ട്. അപ്പൊ അത് എല്ലാവരും കൂടെ ഇന്നലെ തൊട്ട് തന്നെ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ സ്ത്രീകളുടെ കൂടുതൽ ഉള്ളത്. ഇന്നലെ കൊടി കെട്ടുന്നതും ഇപ്പൊ ഇന്ന് പൂ നന്നാക്കുന്നതും ഒക്കെ മുഴുവനും ഇത്ര സ്ത്രീകൾ ഒരുമിച്ചായിരിക്കും. ഒരുപക്ഷെ ഇത്ര ചരിത്രത്തിൽ ആദ്യമായിരിക്കും 2 ലക്ഷത്തിൽ പരം സ്ത്രീകൾ അണിനിരക്കുന്ന പരിപാടിയാണ്. അപ്പോൾ സ്ത്രീകൾ തന്നെ മുൻകൈ എടുത്ത് ആ ഒരു പരിപാടിക്ക് ഇത്രയും വിജയകരമാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്ര വിജയം തന്നെയായിരിക്കും. ആദ്യമായിട്ടാണ്, ഒരു പക്ഷേ ചരിത്ര സംഭവം തന്നെ. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം വനിതകൾ ഒരു വേദിയിൽ എത്തുന്നു. അതിന്റെ ഒരു അംഗീകാര സന്തോഷം ഒക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത്, അല്ലേ? അതെ, നല്ലോണം. ഇത്രയും നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആദ്യമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. നന്നായിട്ടുണ്ട്. ഇത് തുടർന്നും ഉണ്ടാവണം. മോദിജിയുടെ ഭരണം വീണ്ടും വരണം. അത്രയേ ഉള്ളൂ. അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 3ാം തവണയും രാജ്യത്തിന്റെ പ്രധാന സേവകനായി എത്തണം എന്നുള്ളതാണ് അവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഇവിടെ പ്രവർത്തകരൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും അതിന്റെ സംഘാടകർ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചെണ്ടുമല്ലി പൂക്കളാണ് ഏകദേശം സംഘാടകർ സൂചിപ്പിച്ചതുപോലെ തന്നെ 3.5 ടണ്ണോളം വരുന്ന ചെണ്ടുമല്ലി പൂക്കൾ. അത് മഞ്ഞ നിറത്തിലുണ്ട്, ഓറഞ്ച് നിറത്തിൽ, കാവി നിറത്തിലുള്ള പൂക്കളുണ്ട്. ആ പൂക്കളാണ് അദ്ദേഹത്തിന് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം അരുളുന്നത്, അദ്ദേഹത്തിന് നൽകുന്നത്, അല്ലെങ്കിൽ ആദര സൂചകമായി നൽകുന്നത്. നമ്മൾ പല രീതിയിലുള്ള ആദരം അർപ്പിക്കൽ നമ്മൾ കണ്ടിരുന്നു. ആ ആദരത്തിന്റെ ഒക്കെ ഒരു അവസാന ഗ്യാപ്പിലേക്ക്, അല്ലെങ്കിൽ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു സംഘാടനം ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ എല്ലാ മേഖലയിലും എല്ലാ പങ്കും വഹിച്ചിട്ടുള്ളത് വനിതകളാണ് എന്നുള്ളതാണ്. കാരണം സ്ത്രീ ശക്തി എന്താണ് എന്നുള്ളത് ശക്തന്റെ മണ്ണിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഒരുപക്ഷെ വനിതാ ബില്ല് ഉൾപ്പെടെ, സംവരണ ബില്ല് ഉൾപ്പെടെ പാസാക്കി അത് നിയമമായതിനു ശേഷമുള്ള ആദ്യ വരവ്, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഹിളകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അതിന് അദ്ദേഹം ഇന്ന് എത്താൻ പോണി. ചേച്ചി, എത്രത്തോളം സന്തോഷത്തിലാണ്? 3.5 ടണ്ണോളം പൂക്കളാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആളെ കാണാൻ വേണ്ടി ഭയങ്കര തിടുക്കത്തിലാണ് എല്ലാവരും. പ്രധാനമന്ത്രി നഗരത്തിലേക്ക് എത്തുമ്പോൾ, തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുന്നത് ഈ വനിതകൾ തയ്യാറാക്കുന്ന ഈ പൂക്കളാണ്. ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തന്റെ മണ്ണിൽ. ചേച്ചി, എത്രത്തോളം ആവേശത്തിലാണ്? പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ? ഒരുപാട്. തീർച്ചയായിട്ടും ഞങ്ങൾ മോദിജി വരുന്നു എന്നറിഞ്ഞതും മുതൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഞങ്ങളുടെ ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ്. പിന്നെ മഹിളകളുടെ തിരുവാതിര ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം, അതിൽ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യുള്ള വനിതകൾ, സ്ത്രീകൾ, അമ്മമാരൊക്കെയാണ് പങ്കെടുത്തത്. ഇന്ന് വരുന്ന പരിപാടിയിലും 2 ലക്ഷത്തിന് പുറത്ത് സ്ത്രീകൾ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലും ഏറ്റവും
ഏറ്റവും കൂടുതൽ ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ BJP മാത്രമുള്ള അനുഭാവികളല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ചങ്കനാണ്, അങ്ങനെ തന്നെ പറയട്ടെ, ചങ്കനാണ് മോദിജി. അപ്പം മോദിജിക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ഒരുപാട് അപ്പോൾ ഒരു 2-3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ മോദിജിയുടെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവരുടെ ചങ്കൻ, അവരുടെ ഒരു സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ കുടുംബാംഗത്തെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ശക്തന്റെ മണ്ണിലുള്ള ഓരോ വനിതകളും. അവരുടെ മുഖത്തത് പ്രകടമാണ്, അവരുടെ വാക്കുകളിൽ അത് പ്രകടമാണ്. എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഇനി 2 മണിക്കുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ശക്തന്റെ മണ്ണിലെ ഓരോ വനിതകൾക്കും ഓരോ സ്ത്രീ ശക്തിക്കുമുള്ളത്. ക്യാമറമാൻ ദീപിനൊപ്പം എസ് ശാലിനി, ജനം, തൃശൂർ.